അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് MA സൈക്കോളജി, ഇഗ്നോയിലെ MA സൈക്കോളജിയിലെ സൈക്കോപത്തോളജി എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഇതിലെ തന്നെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റാണ് നോക്കുന്നത്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സൈക്കോപത്തോളജി. ഈ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സൈക്കോപത്തോളജിക്കകത്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് എൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയെ സംബന്ധിച്ച്, സൈക്കോപത്തോളജിയുടെ ബ്രീഫ് ഹിസ്റ്ററിയെ സംബന്ധിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള അപ്രോച്ചുകൾ വരുന്നുണ്ട്, അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്. ഒപ്പം തന്നെ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, ബിഹേവിയർ അപ്രോച്ച് എന്നിങ്ങനെ 3 തരത്തിലുള്ള അപ്രോച്ചുകളെ സംബന്ധിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലെ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള ഏർലി ഹിസ്റ്ററി അല്ലെ ഏൻഷ്യൻ ഹിസ്റ്ററിയെ സംബന്ധിച്ച് പലപ്പോഴും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോയി പഠിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു 6 മാർക്ക് കിട്ടുന്ന രീതിയിൽ പഠിച്ചാൽ മതി. ഒപ്പം തന്നെ ഈ പറയുന്ന സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചും ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചും ബിഹേവിയർ അപ്രോച്ചും പല മാർക്കുകളിലായിട്ട് ചോദിച്ച് കാണാറുമുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് സൈക്കോപത്തോളജിയിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. മാത്രമല്ല ഇത് എളുപ്പമാണ് പഠിക്കാനുള്ളത്, കാരണം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചതിൻ്റെ ഒരു തുടർച്ചയെന്ന നിലയിലാണ് ഇതൊക്കെ വരുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് സിമ്പിളായിരിക്കും. ഇപ്പോൾ സൈക്കോ അനലിറ്റിക്കിനെ പറ്റി ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഒരാൾക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് ഈ ഒരു അപ്രോച്ച് എങ്ങനെയാണ് ഒരു തെറാപ്പി എന്ന നിലയിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ച് എങ്ങനെയാണ് സൈക്കോളജിക്കൽ പ്രശ്നങ്ങളെ കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഓക്കെ, നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം, ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമതായിട്ട് നോക്കുന്നത് ആൻഷ്യൻ ഹിസ്റ്ററിയാണ്. ആൻഷ്യൻ ഹിസ്റ്ററിയിൽ പറയുമ്പോൾ നമുക്ക് 2 കാര്യം പറയണം. ഒന്ന്, ഈ ആൻഷ്യൻ സമയം മുതൽ തന്നെ സൈക്കോളജിക്കൽ മെൻ്റൽ ഡിസോർഡറുകളെ മനസ്സിലാക്കുന്നതിനായിട്ട് 2 രീതിയിലുള്ള അപ്രോച്ചുകൾ നിലനിന്നിരുന്നു. ഒന്നിനെ നമുക്ക് സ്പിരിച്വലിസ്റ്റിക് അപ്രോച്ച് എന്നും മറ്റേതിനെ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ച് എന്നും വിളിക്കാം. സ്പിരിച്വലിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാനസിക പ്രശ്നത്തിന് കാരണമെന്ന് മനസ്സിലാക്കുന്നത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും, അതായത് ഒരു അതീന്ദ്രിയമായിട്ടുള്ള ശക്തി എന്നൊക്കെ പറയാം. ആ അതീന്ദ്രിയമായിട്ടുള്ള ശക്തിയാണ് ഒരാളുടെ മെൻ്റൽ ഡിസോർഡറുകൾക്ക് കാരണമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. മറ്റു വിഭാഗം ആളുകളെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള റീസൺസ് ആണ് മാനസിക പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നത്. ഇപ്പോൾ 2 അപ്രോച്ചുകളും ചെയ്തിരുന്നത് അക്കാലത്ത് നിലനിന്നിരുന്ന അറിവിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ മാനസിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാനായിട്ടാണ് ശ്രമിച്ചിരുന്നത്. ഇപ്പോൾ അന്ന് പ്രബലമായിട്ടിരുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു സ്പിരിച്വലിസ്റ്റിക് അപ്രോച്ചാണ്. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ അക്കാലത്ത് സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നതും ഈ ഒരു സ്പിരിച്വലിസ്റ്റിക് വ്യൂ ആണ്. അതായത് ഒരു അതീന്ദ്രിയ ശക്തിയാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പം ആദ്യം തന്നെ നമുക്ക് അതിനെപ്പറ്റി നോക്കാം. ഇപ്പം മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് 2 രീതി നമുക്ക് മനസ്സിലാക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ചില എക്സസീവ് കപ്പാസിറ്റി കിട്ടുന്ന ആളുകളും, രണ്ടാമത് തന്നെ ഒരു ഡിസ്ട്രപ്റ്റീവായിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്ന ആളുകളും. ഈ എക്സസീവ് കപ്പാസിറ്റി ആണെങ്കിലും ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ആണെങ്കിലും നമുക്കറിയാം, 2ഉം മാനസിക പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു എക്സസീവായിട്ടുള്ള ഒരു കപ്പാസിറ്റിയുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില ആളുകൾക്ക് ചില മെൻ്റൽ ഡിസോർഡറുകൾ വരുമ്പോഴത്തേക്ക് ചില തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള സൈനുകൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് അയാളുടെ ലൈഫിൽ വരും. ഇപ്പം കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണുക, അതായത് ഹാലുസിനേഷൻ അല്ലെങ്കിൽ ഡെലൂഷൻ ഉണ്ടാകുക. അപ്പോൾ ഇതൊക്കെ നമ്മൾക്കൊരു എക്സസീവ് ആയിട്ടുള്ള കപ്പാസിറ്റി ആയിട്ട് പറ്റും. അതായത് ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നില്ല അത്. അല്ല കാറ്ററ്റോണിക്, അയാൾക്ക് കുറേ സമയം അനങ്ങാതെ എവിടെയെങ്കിലും ഇരിക്കാനായിട്ട് പറ്റും എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തെ എന്താണ് ചെയ്തത്, അതൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ശക്തിയുടെ ഇൻഫ്ലുവൻസാണ് അയാൾക്ക് ഈ പറയുന്ന ചില എക്സസീവായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടായി വരാനായിട്ട് കാരണമെന്നാണ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൊതുവേ ചികിത്സ ലഭിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിരിക്കും ഒരു പക്ഷേ അപ്പോൾ ആൾ ദൈവങ്ങളെന്നൊക്കെ നമ്മൾ ഇന്ന് വിളിക്കുന്ന ആളുകളായിട്ട് കരുതപ്പെട്ടിരുന്നത്. അവർക്ക് ഭാവി പറയാനും അതുപോലെ തന്നെ പല കാര്യങ്ങളെ പറ്റി അല്ലെ പല കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനും കഴിയുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവരെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ടോ അല്ലെങ്കിൽ ദൈവമായിട്ട് തന്നെ പരിഗണിച്ച് പോരുകയാണ് ആ കാലത്ത് ചെയ്തിരുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവർക്ക് ഡിസ്ട്രപ്റ്റീവായിട്ടുള്ള ബിഹേവിയറാണ് കാണിച്ചിരുന്നത്. അതായത് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്ന ബിഹേവിയേഴ്സ്, അതായത് ചിലപ്പോൾ അഗ്രസീവായിട്ട് പെരുമാറുക, റിയാലിറ്റിയായിട്ട് ബന്ധമില്ലാതെ പെരുമാറുക, ഇതൊക്കെ ആയിരിക്കും അതിനകത്തുണ്ടാവുക.
അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള പണിഷ്മെൻറ്റുകളും ചികിത്സാ രീതികളും ലഭിച്ചിരുന്നു. അന്നത്തെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നിലനിന്നിരുന്ന കാര്യമാണ് ഇപ്പം ബാധ ഒഴിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് പൂജകളും മറ്റു കാര്യങ്ങളും നടക്കുന്നു. ഒപ്പം തന്നെ ചൂരൽ കൊണ്ടുള്ള അടിയും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പണിഷ്മെൻറ്റുകൾ കിട്ടുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും മുറി പൂട്ടിയിടുക, ചങ്ങലക്കിടുക, ഒറ്റപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നു. അല്ലെ ഭക്ഷണം കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്ലെ പണിഷ്മെൻ്റ് എന്ന നിലയിൽ, ഒരു ചികിത്സാ രീതി എന്ന നിലയിൽ ഈ ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല ആ കാലത്ത് നിലനിന്നിരുന്ന മറ്റ് ചില ചികിത്സാ രീതികളും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം പറയുവാണെങ്കിൽ, ഇപ്പം സ്കള്ളിന് തുളയിട്ടുകൊണ്ട്, പ്രേതം കൂടിയിരിക്കുന്ന തലയ്ക്കകത്താണ്, അപ്പോൾ സ്കള്ളിന് ഓട്ടയിട്ടാൽ അതുവഴി ഇറങ്ങിപ്പോവും, അല്ല അങ്ങനെയുള്ള ചികിത്സാ രീതികൾ നിലനിന്നിരുന്നു. അപ്പം ഈ ഒരു സ്പിരിച്വലിസ്റ്റിക് വ്യൂ തന്നെ മനുഷ്യൻ്റെ മാനസിക പ്രശ്നങ്ങളെ കണ്ടിരുന്നത് പല രീതിയിലാണ്. ചില നാടുകളിൽ വിശ്വസിച്ചിരുന്നത് ചില കൂടോത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾക്ക് മാനസിക പ്രശ്നങ്ങൾ വരിക എന്നുള്ളത്. അതുപോലെ ഇപ്പം തന്നെ ചില നെഗറ്റീവായിട്ടുള്ള എനർജി അല്ലെങ്കിൽ അതീന്ദ്രിയമായിട്ടുള്ള ശക്തികൾ ദേഹത്ത് കൂടിയത് കൊണ്ടാണ് ആൾക്ക് മാനസിക പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മൂണിൻ്റെയും സ്റ്റാറിൻ്റെയും ഇൻഫ്ലുവൻസ് ആണ് മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് വിശ്വസിച്ചത്. ഇപ്പോൾ മൂണിൻ്റെയും സ്റ്റാറിൻ്റെയും ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ തന്നെ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ. ഇപ്പം ചില ആൾക്കാർ പറയത്തില്ലേ, അയാൾക്ക് ശനിദശയാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ചില വാദങ്ങൾ. അപ്പോൾ ഇതൊക്കെ ചില യൂറോപ്യൻ കൺട്രീസിലൊക്കെ നിലനിന്നിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടാമത് മാസ് ഹിസ്റ്റീരിയ എന്ന് പറയുന്ന കാര്യമുണ്ട്. മാസ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് ഒരു ഇമോഷൻ, അതായത് ഒരു ഇൻറ്റൻസീവായിട്ടൊരു ഇമോഷൻ, അത് സ്പ്രെഡായിട്ട് കുറേ ആളുകളിൽ കാണുന്ന ഒരു കാര്യം. ഇപ്പോൾ പൊതുവേ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം അമ്പലങ്ങളിലൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഈ പെണ്ണുങ്ങൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും പ്രത്യേകതരം പൂജ നടക്കുമ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ട് ഇരുന്നിങ്ങനെ ഇത് ചെയ്യുന്ന കാണാം, തലയ്ക്കിട്ടാട്ടി ഒരു പ്രത്യേക രീതിയിൽ ഒരു ഇമോഷണൽ റെസ്പോൺസ് കാണിക്കുന്നതാണ്. അതൊരു മാസ് ഹിസ്റ്ററി. ഒരാളായിരിക്കത്തില്ല, അവിടെ നിൽക്കുന്ന കുറേ ആളുകൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. അതല്ലെങ്കിൽ ചില പള്ളികളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ചില ഡാൻസ് കളിക്കുന്നത്, ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്ത് എക്സസീവായിട്ട് ഡാൻസ് ചെയ്ത് അങ്ങ് കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെ മാസ് ഹിസ്റ്റീരിയയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട്, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ടാണ് കൂടെയാണ് കണ്ടിരുന്നത്. ഇനി ഈ ആൻഷ്യൻ ടൈമിൽ നിലനിന്നിരുന്ന രണ്ടാമത്തെ വ്യൂ അല്ലെ രണ്ടാമത്തെ ട്രെൻഡാണ് ബയോളജിക്കൽ മോഡൽസ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ മോഡൽസിനകത്ത് നമുക്കറിയാം, ഒരുപാട് ഹിസ്റ്ററിയെ സംബന്ധിച്ച് നമുക്കറിയത്തില്ല. ഉറപ്പായും ഒരുപാട് ഹിസ്റ്ററി ഇതിന് പിന്നിലുണ്ട്. പക്ഷേ എങ്കിലും നമുക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഗ്രീക്ക് കാലഘട്ടത്തിൽ ഹിപ്പോക്രാറ്റ്സിൻ്റെയും ഗാലൻ്റെയൊക്കെ സമയത്തുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് കൂടുതലായിട്ട് അറിവുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ഹിപ്പോക്രാറ്റ്സിനെ നോക്കാം. ഹിപ്പോക്രാറ്റ്സ് മനുഷ്യൻ്റെ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് പരിഗണിച്ചിരുന്നത് മനുഷ്യൻ്റെ ബോഡിയിലുള്ള 4 ഫ്ലൂയിഡുകൾ, അതായത് സാങ്ക്വിൻ, ബ്ലഡ്, പ്ലീഗം, ബ്ലാക്ക് ബൈൽ, യെല്ലോ ബൈൽ എന്ന് പറയുന്ന 4 ബോഡി ഫ്ലൂയിഡുകളാണ് മനുഷ്യൻ്റെ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഈ ഒരു 4 ബോഡി ഫ്ലൂയിഡുകളെ ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതിക്കകത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ 4 ഹ്യൂമേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. ഇനി ഗാലൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഹിപ്പോക്രാറ്റ്സ് ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒപ്പം തന്നെ എൻവയറമെൻ്റലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഈ ബോഡി ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ 4 ഹ്യൂമേഴ്സിനെ ബന്ധപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതായത് ഹീറ്റ് കൂടുന്നതനുസരിച്ച് ബ്ലഡിൻ്റെ അളവ് കൂടും. അപ്പോൾ അതിനനുസരിച്ചുള്ള മാനസിക പ്രശ്നങ്ങൾ അയാൾക്കുണ്ടാകും. അല്ലെങ്കിൽ ഡ്രൈനസ് കൂടുമ്പോൾ ബ്ലാക്ക് ബെയിൽ കൂടുന്നു. ബ്ലാക്ക് ബെയിൽ കൂടുമ്പോൾ എന്ത് ചെയ്യും? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ അയാൾക്കുണ്ടാകുന്നു. മോയ്സ്ചർ കൂടുമ്പോൾ യെല്ലോ ബെയിൽ കൂടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അയാൾക്കുണ്ടാകുന്നു. ഇങ്ങനെയാണ് ഗാലൻ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ഈ ഹിപ്പോക്രാറ്റ്സിൻ്റെ അപ്രോച്ചിനെ എൻവയറമെൻ്റലുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് ഗാലൻ ചെയ്തത്. അപ്പം അദ്ദേഹം ഒരു ചികിത്സ നടത്തുകയുണ്ട്. അതായത് കിങ് ചാൾസിൻ്റെ ഒരു പ്രശ്നത്തെ അദ്ദേഹം പരിഹരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ഉദാഹരണം എന്ന നിലയിൽ തന്നെ. ഓക്കെ, അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് ബ്ലഡാണ് കൂടുതലെങ്കിൽ, അപ്പോൾ ബ്ലഡ് കൂടുന്നതിന് കാരണം
കൂടുന്നതാണ്. അപ്പോൾ ഇന്ന് ഹീറ്റ് കൂടുന്നതാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി തണുപ്പുള്ള ഭാഗത്ത് കൊണ്ടുപോയി താമസിപ്പിച്ച് അയാളുടെ ബ്ലഡ് കൂടിയ ബ്ലഡ് കുറച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചികിത്സാ രീതി. ഇതിൻ്റെ തന്നെ ഈ ബയോളജിക്കലാണ് മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കാണുന്ന അപ്രോച്ചിൻ്റെ മറ്റ് ചില ചികിത്സാ രീതികളുണ്ടായിരുന്നു. അതാണ് ബ്ലഡ് ലെറ്റിംഗ്. അതായത് അട്ടകളുണ്ട്, നമുക്കറിയാം ലീച്ചസ് എന്ന് പറഞ്ഞാൽ ഈ ചോര പിടിക്കുന്ന അട്ടകൾ. അപ്പോൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ദേഹത്തുള്ള ബ്ലഡുകൾ കുടിപ്പിച്ച് ആ ഒരു ബ്ലഡിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരുന്ന രീതിയുണ്ട്. പിന്നെ ഇൻഡ്യൂസ്ഡ് വൊമിറ്റിംഗ് ഉണ്ട്. അതായത് വൊമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സാധനം കഴിപ്പിച്ചുകൊണ്ട് അത് നിർബന്ധിച്ച് അല്ലെങ്കിൽ കൃത്രിമമായിട്ട് തന്നെ വൊമിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാനസിക പ്രശ്നങ്ങളെ കുറച്ചുകൊണ്ട് വരുന്നത്. ഇപ്പം പ്രധാനമായിട്ട് ഡിപ്രഷനൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബയോളജിക്കൽ അപ്രോച്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായി വന്നിട്ടുള്ള ആളാണ് JP ഗ്രേയുടെ ചില കാര്യങ്ങൾ. അപ്പോൾ JP ഗ്രേ പറഞ്ഞെന്ന് പറഞ്ഞാൽ, അതായത് മാനസിക പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസിക രോഗികൾക്ക്, മാനസിക അസുഖം ബാധിച്ച ആളുകൾക്ക് റെസ്റ്റും ഡയറ്റും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റൂം ഒക്കെ ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചികിത്സാ രീതിയാണ് JP ഗ്രേ ഒക്കെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വരുന്നത് ഒരു 19th സെഞ്ച്വറിയിലാണ് വരുന്നത്. പിന്നീട് രണ്ടാമത്തെ ആളാണ് എമിൽ ക്രെപ്ലിൻ എന്ന് പറയുന്ന ആൾ. എമിൽ ക്രെപ്ലിൻ എന്ന് പറയുന്ന ആൾ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇപ്പം സ്കിസോഫ്രീനിയെ പ്രധാനമായിട്ടും തരംതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മാനസിക പ്രശ്നങ്ങളെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡിഫറെൻറ്റ് ഏജസിൻ്റെ അടിസ്ഥാനത്തിലാവാം, ടൈം ഓഫ് കോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാവാം, സിംറ്റംസിൻ്റെ അടിസ്ഥാനത്തിലാവാം. അങ്ങനെ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ മാനസിക പ്രശ്നങ്ങളെ പല കാറ്റഗറിയായിട്ട് തരംതിരിക്കുകയുണ്ടായി. ഇപ്പം സ്കിസോഫ്രീനിയെ സംബന്ധിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പല MPhil ക്വസ്റ്റ്യൻസിനും എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസിനും ഈ ക്രെപ്ലിനെ പറ്റി ചോദിച്ചിട്ടായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അടുത്താണ് ഇൻസുലിൻ തെറാപ്പിയും ഷോക്ക് തെറാപ്പി. അപ്പോൾ അത് 20th സെഞ്ച്വറിയിലാണ് ഇൻസുലിൻ തെറാപ്പികൾ ഉണ്ടായി വന്നിട്ടുള്ളത്. ഇൻസുലിൻ തെറാപ്പി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് മാൻഫ്രെഡ് സാഗൽ എന്ന് പറയുന്ന ആളാണ്. 1927 ആരംഭിക്കുന്നത്. അതായത് ഇൻസുലിൻ ഹൈ ലെവലിൽ കുത്തിവെച്ച് ആളെ ഒരു കോമ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ആളുകൾക്ക് ഈ പറയുന്ന മാനസിക പ്രശ്നങ്ങൾ കുറഞ്ഞതായിട്ട് കാണുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഒരു അപ്രോച്ച് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പം ആ ഒരു ഇൻസുലിൻ ഹൈ ഡോസേജിലേക്ക് ചെന്ന് കഴിയുമ്പം ആൾ ചിലപ്പോൾ കോമയിലേക്ക് അങ്ങ് പോവും, പിന്നീട് തിരിച്ചു വരണമെന്നില്ല. മാത്രമല്ല ചിലപ്പോൾ മരണം പോലും സംഭവിച്ചേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതിൻ്റെ സയൻറ്റിഫിക്കാലിറ്റി സംബന്ധിച്ച് നമുക്ക് ഇന്നും അറിയില്ല, പ്രത്യേകിച്ച് അതിനകത്ത് സയൻറ്റിഫിക്കാലിറ്റി ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി അടുത്ത മെത്തേഡാണ് ഇലക്ട്രിക് ആയിട്ടുള്ള ഷോക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഷോക്ക് കൊടുക്കുന്ന സംഗതി അല്ലെങ്കിൽ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് ജോസഫ് മെഡുന എന്ന് പറയുന്ന ആളാണ്. 1920s. അപ്പോൾ അദ്ദേഹം നടത്തിയൊരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എപ്പിലെപ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് സ്കിസോഫ്രീനിയ കുറവാണെന്നുള്ളതാണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ വരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പോൾ പക്ഷേ ഇതിപ്പോൾ നമുക്ക് അങ്ങനെ എപ്പിലെപ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് സ്കിസോഫ്രീനിയ വരുന്നില്ല, അല്ലെങ്കിൽ ഇത് തമ്മിലൊരു പോസിറ്റീവായിട്ടുള്ള കോറിലേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ അങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്തുകയും അദ്ദേഹം എന്ത് ചെയ്തു, കൃത്രിമമായിട്ടൊരു എപ്പിലെപ്സിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പേഷ്യൻസിനെ ചികിത്സിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ എന്താണ് ഈ ഒരു ഷോക്ക് തെറാപ്പിയിലൂടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിയിലൂടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പേഷ്യൻസിന് അല്ലെങ്കിൽ ഇങ്ങനെ മാനസിക പ്രശ്നമുള്ള ആളുകൾക്ക് ഒരു കൃത്രിമമായിട്ട് ഷോക്ക് കൊടുത്ത് ബ്രെയിനിലൊരു സീഷേഴ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അയാളുടെ മാനസിക പ്രശ്നങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു മനസ്സിലാക്കൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏർലി ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് നോക്കാനായിട്ടുള്ളത്. നമ്മളിപ്പോൾ നോക്കിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ആൻഷ്യൻ ഹിസ്റ്ററിയെ സംബന്ധിച്ച് നോക്കി. ആൻഷ്യൻ ഹിസ്റ്ററിയിൽ 2 തരത്തിലുള്ള അപ്രോച്ചുകളുണ്ടായിരുന്നു. ഒന്നാമത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്പിരിച്വലിസ്റ്റിക് ആയിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ശക്തികളാണ് മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലായിട്ടുള്ള മോഡൽസാണ്. ബയോളജിക്കലായിട്ടുള്ള മോഡൽസിനകത്ത് നമ്മൾ നോക്കിയത് ഹിപ്പോക്രാറ്റ്സിനെ നോക്കി, ഗാലനെ നോക്കി, പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് 19th സെഞ്ച്വറിയാണ് JP ഗ്രേയെ നോക്കി, ക്രെപ്ലിനെ നോക്കി. പിന്നീട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ 20th സെഞ്ച്വറി ആകുമ്പോഴത്തേക്ക് മാൻഫ്രെഡ് സാഗലിനെ നോക്കി, അതുപോലെ ജോസഫ്
മെഡുനൈൻ നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി സ്പിരിച്വലിസ്റ്റിക് അപ്രോച്ചിനാണെങ്കിൽ പലതരത്തിലുള്ള ചികിത്സാ രീതികൾ ഉണ്ട്. ഇപ്പോൾ എക്സസീവായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ചികിത്സ ലഭിച്ചിരുന്നില്ല. ഡിസ്ട്രപ്റ്റീവായിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാർക്ക് ചികിത്സ ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ പണിഷ്മെൻറ്റുകൾ ലഭിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ സ്പിരിച്വലിസ്റ്റിക് അപ്രോച്ചുകളാണെങ്കിൽ കൂടിയും അവർ ബിഹേവിയേഴ്സ് പ്രോബ്ലത്തെ, സൈക്കോളജിക്കൽ പ്രോബ്ലത്തെ പല രീതിയിലാണ് കാരണമായിട്ട് കണ്ടിരുന്നത്. ചില ആൾക്കാർ കൂടോത്രമായിട്ട് കണ്ടിരുന്നു, ചില ആൾക്കാർ മൂണിൻ്റെ സ്റ്റാർസിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കണ്ടിരുന്നു. പിന്നീട് നമ്മൾ ഹിസ്റ്റീരിയെ സംബന്ധിച്ച് നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഭാഗത്തിനകത്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.